മൈസൂരിലേക്കുള്ള യാത്രയാണ്. ടൂറൊന്നുമല്ല, മോളുടെ എക്സാമിന് വേണ്ടിയിട്ട് മൈസൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുന്ന് കുറച്ച് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് പോയിട്ട് നമ്മൾ ഫുള്ള് കാണിച്ചിരുന്നതായിരിക്കും നിങ്ങൾക്ക്. വീഡിയോസിലെല്ലാം ഉണ്ട്, അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മളെ ബസ് വന്നു കേട്ടോ. മൈസൂരേക്ക് പോകേണ്ട ബസ്സെല്ലാം വന്ന് നല്ല കുറച്ച് ആളധികം ഉണ്ടായിന്. പക്ഷെ കുറച്ച് ഈ കയറുന്ന അവരെല്ലാം ഇറക്കി വിട്ടിന്. കാരണം അവർ ബുക്കൊന്നും ചെയ്തിട്ടില്ല സീറ്റ്, പിന്നെ സീറ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇറക്കിയിട്ട് അങ്ങനെ നമ്മളിതാ ബസ്സിൽ യാത്ര തുടങ്ങി. ഇപ്പം നമ്മൾ താഴെ ചുവെത്തി കേട്ടാ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് നല്ല ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട്. ആൻറ്റിയും ഏച്ചിയും മുന്നിലായിരുന്നു, ഞാൻ ബാക്കിലത്തെ സീറ്റിലിരുന്ന്. അങ്ങനെ ഇതാ നമ്മൾ ഫുൾ വ്യൂ ഇങ്ങനെ കണ്ടോണ്ട് പോവുകയെന്ന് കേട്ടാ. നമ്മളിത് കുറച്ചങ്ങോട്ട് എത്തി യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ നല്ല മഴയിലുണ്ട്, നല്ലൊരു മഴയിലും പെയ്ത് ഇങ്ങനെ ആനവണ്ടിയിൽ യാത്ര പോയി നമ്മൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ അങ്ങനെ അവിടുന്ന് ബസ്സിന് ചുരം കയറിയെന്ന് കേട്ടാ. മാക്കൂട്ടം ചുരം എന്ന് പറയുന്നൊരു ചുരം, അങ്ങനെ ഞാൻ തോന്നുന്നു അതിൻ്റെ പേര് മാക്കൂട്ടം. അങ്ങനെ ഈ ചുരം കയറി നല്ല വൈബുള്ള സ്ഥലമാണ്. താല വെള്ളച്ചാട്ടലുണ്ട്. ഈ ചുരം കയറുന്ന അറിയാൻ കുറച്ചിങ്ങനെ ഉറങ്ങി കളിച്ചിന്. പക്ഷെ ചുരം കയറി തുടങ്ങിയിട്ട് പുറക്കൊന്നുമില്ല. കാരണം ആനേനെയും പുലിനെല്ലാം കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നമ്മൾ നിൽക്കും ഇതിനെ. അപ്പാട് നമ്മൾ ഈ ചുരം കയറുമ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഫുള്ള് വീഡിയോസ് എടുത്തു. പിന്നെ നല്ല മഞ്ഞാണ് കേട്ടാ. മഞ്ഞ് എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ്, ചെറിയൊരു മഴയും നല്ല വൈബിന്. എൻ്റെ മൂക്കെല്ലാം അടഞ്ഞിനും. അപ്പം അടനെ പോകുമ്പോഴേക്കിനെ മൂക്കെല്ലാം അടഞ്ഞ്. പക്ഷെ നല്ല ഒരു രസമുണ്ടായി ഇനി പോകാൻ വേണ്ടിയിട്ടാ. അത് നമ്മളെ സ്വന്തം KSRTC ബസ്സിലാണ് ഈ യാത്ര വെച്ച് പോകുന്നത്. നല്ല രസമുണ്ടായി പോകാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് ആനേനെ കളിക്കും, പക്ഷെ ആനേൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങുന്ന ടൈമിന് ആനേനെ കണ്ട് ഉറക്കിയിട്ടുമ്പോഴേക്ക് ആനേനെ കണ്ട്. അപ്പോഴേക്ക് ഫോൺ എടുക്കുമ്പോഴേക്ക് ബസ് അങ്ങ് പോയി വിട്ടിനി, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. എന്നിട്ട് നമ്മളിതെങ്ങനെ പോയിക്കൊണ്ട് കുറച്ച് ദൂരം പോകാനുണ്ട്. അങ്ങനെ വിരാജ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തി. നമ്മളെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ വിരാജ്പേട്ട, ആടെ എത്തിയ. അപ്പോൾ ഇവിടെ നല്ല ജനങ്ങളുണ്ട്, കുറേ തിരക്കുണ്ട്, മാങ്ങി അത് ഇതെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിതാ വിരാജ്പേട്ടയിലെത്തി. ഇവിടുന്ന് കുറച്ച് സമയം നിർത്തി കുറേ ആൾ ഇറങ്ങാനുണ്ട് അതിന് ബസ്സിൽ നിന്ന്. അതും ഇറങ്ങി. ഇനി നമ്മൾ എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ അവർ ബസ് സൈഡാക്കി തന്നു. നമ്മൾ സാധാ ചോറായിട്ട് കഴിച്ച് ഇങ്ങോട്ട് എത്തിയോണ്ട് ഫുഡ് എല്ലാവർക്കും പിടിക്കണമെന്നില്ലല്ലോ. അപ്പം എന്തെല്ലാം ഒരു കറിയുണ്ട്, പരിപ്പും ഉണ്ടായിന്. പിന്നെ ഒരു മീൻ മൊളീഷനില്ലേ, മൊളീഷൻ എന്ന് പറയുന്നത് മീൻ ചാറ്, അതുണ്ടായിന്. അപ്പോൾ VPK റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡും കഴിച്ച് ടോയ്ലറ്റിലെല്ലാം ഒന്ന് പോയി നമ്മളിതാ ബസ് വീണ്ടും വിടുകയാണ് കേട്ടോ. തിരിച്ചങ്ങോട്ടേക്ക് തന്നെ മൈസൂരേക്ക് നമ്മളെ യാത്ര വീണ്ടും തുടങ്ങി. അങ്ങനെ നമ്മളൊരു 3 മണിയാകുമ്പോഴേക്ക് എവിടെ എത്തി, മൈസൂരേക്ക് എത്തി. നമ്മളിത് ഹോട്ടലിലേക്കാണ് കേട്ടോ പോകുന്നതിന്. ഇതിൻ്റെ അടുത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ആടുന്ന് അത്ര ഒരു 100 മീറ്റർ അപ്പുറം ഹോട്ടൽ, കുറച്ച് നടക്കാനേ ഉള്ളൂ, അത്ര അടുത്താണ് ഹോട്ടൽ. അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടൽ പായ് വിസ്റ്റ എന്ന് പറയുന്ന ഹോട്ടലാണ്. നല്ല 3 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തത് 3 സ്റ്റാർ ഹോട്ടലാണ്. ചേച്ചിയാണ് ബുക്ക് ചെയ്തത് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ചേച്ചീൻ്റെ സെൻറ്ററും വരുന്നത്, അതായത് എക്സാം സെൻറ്ററിൽ ഇതിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് ഹോട്ടലും ചെയ്തത്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആൻറ്റി ഫോണിൽ സംസാരിക്കുന്നുണ്ട്, അതായിരിക്കും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, ചിലപ്പം കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിത് ആ ഹോട്ടലിൽ വന്ന് നല്ല നൈസ് ഹോട്ടലാണ് കേട്ടോ, അടിപൊളി ഹോട്ടൽ. അങ്ങനെ നമ്മളിതാ റൂമിലേക്ക് പോകുന്ന കേട്ടോ. ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മൾ നേരെ ഇനി റൂമിലേട്ടാക്കാണ് പോകുന്നത്. അപ്പോൾ റൂം 2nd ഫ്ലോറിലാണ് നമുക്ക് വരുന്ന കേട്ടോ റൂം. അങ്ങനെ ഇതാ റൂമിലേക്ക് കയറിയത് നല്ല അടിപൊളി റൂമാണ്. റൂമിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ലോങ്ങാണ്. അത് ഞാൻ ഒന്ന് 2x ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. നല്ല അടിപൊളി റൂമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി റൂമാണ്. ഈ കാണുന്ന സോഫയാണ് കേട്ടോ ബെഡ്. അവിടെ ഒരു സോഫ ഉണ്ട്, അത് തന്നെയാണ് ബെഡ്. അപ്പോൾ ഇതാണ് നമ്മളെ റൂം വരുന്നത് കേട്ടോ, 208. ഞാൻ ആദ്യം ലോക്കായി പോയി, പുറത്തുനിന്ന് ഞാൻ അടച്ചിട്ട് പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല. അങ്ങനെ ഏച്ചനൊക്കെ വീണ്ടും തുറന്ന് തരുവേ കേട്ടോ. ആദ്യം അങ്ങനെ തുറക്കാൻ പറ്റില്ല, എന്നിട്ട് തുറന്നിട്ട് നമ്മളിതാ റൂമിൻ്റെ ഉള്ളിൽ ഫുള്ള് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ വന്നിട്ട് അതൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ ഓൾറെഡി എല്ലാ ഹോട്ടലിലും ഉള്ള പോലെ തന്നെ കോഫിയും ചായൻ്റെ ഒക്കെ പൊടികൾ വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും കെറ്റിലുണ്ട്. അപ്പം കെറ്റിലൊന്നും ആദ്യം കഴുകട്ടെ. അപ്പം അതിനുശേഷം ചായ ഒരു കോഫിയാക്കി കുടിച്ചിട്ട് പുറത്ത് പോകാൻ ശേഷം. അപ്പോൾ പുറത്ത് നല്ല നല്ല കാഴ്ചകളുണ്ട്. ഇതാണ് അതൊക്കെ എടുക്കുന്നത്. ഉണ്ടാവട്ടെ. അപ്പം ഞാൻ ഇങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഒരു സംഭവം. ഇതെല്ലാം ഇവിടെയുള്ള എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ഇങ്ങനത്തെ കിറ്റ്കാറ്റ് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഇതും എന്താ മിച്ചർ പോലത്തെ സാധനം, ഗുഡ് ആൻഡ് ബിസ്ക്കറ്റ്, ലേസ്, ഇതാ 5 സ്റ്റാർ, പിന്നെ ഇതാ ആൽമണ്ട്സ്, ഇതെല്ലാം ഇവിടെ ഉള്ളതാണ് കേട്ടോ. പക്ഷേ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. അതേപോലെ ഇവിടെ ഫ്രിഡ്ജ് ഇവിടെ തായ തുറന്ന് കാണിച്ചരാ. ഫ്രിഡ്ജിൽ എല്ലാവരും ഹരായിട്ടുള്ള റെഡ് ബുള്ള് കേടാ, റെഡ് ബുള്ളുണ്ട്. എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ഡൽഹിയിലുള്ളിയാണ് കേട്ടാ. അടിപൊളി ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേര് മൈസൂരിലുള്ള 5 സ്റ്റാർ പറയുന്ന ഹോട്ടലാണ് കേട്ടാ. ഇതാണ് ഹിറ്റിൽ ഇവിടുന്ന് ചൂടാവുന്നത്. ഇവിടെ ഓരോ ബ്രാൻഡിൻ്റെ ഇതുണ്ട്. ഇത് എവരിഡേ, നെസ്ലയുടെ, ഇത് നെസ്കഫേ, ഇത് പ്രിയ സബ്ഡി എന്ന് പറയുന്നത്. ഇതെല്ലാം ഉണ്ട്. പഞ്ചസാരയോ എല്ലാം ഉണ്ടാവും. അതിൻ്റെ ഒപ്പം ഉണ്ടാവും ഷുഗർ ഫ്രീ. മോന് ചായയല്ലേ അവിടെ വെച്ചിട്ട് ഒഴിക്കാനോ? ഞാൻ വെള്ളം വെച്ചിട്ട് നിനക്ക് ചായയോ കോഫിയോ മോനോ? കോഫിയാ? അങ്ങനെ ചായ റെഡിയായി. അങ്ങനെ ഇതാ നമ്മളെ റൂമിൽ ഒരു ഈ സോഫ ഞാൻ ബെഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ സോഫ അവർ മാറ്റിയിട്ട് ബെഡാക്കും കേട്ടാ. അപ്പോൾ എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ, അവർ രണ്ടാളും മറ്റേ റൂമിൽ, ഞാൻ ഇവിടെ ഈ റൂം. അത് നമ്മൾ വിചാരിച്ചൊരു ലിവിങ് റൂം പോലെയാണ്. അപ്പോൾ അതൊരു ബെഡ്റൂമായി മാറി. അങ്ങനെ ഇനി നമ്മളിതാ ജസ്റ്റ് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവുന്ന കേട്ടാ. ഇതാണ് നമ്മളെ ഹോട്ടലിൻ്റെ വ്യൂ. അപ്പോൾ നമ്മളിതാ ഹോട്ടലിൽ കയറിയിട്ടാണ് പോകുന്നത്. എവിടത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ മൈസൂർ പാലസിലേക്കാണ് ഇനി നമ്മളെ യാത്ര. അപ്പോൾ മൈസൂർ പാലസിലേക്ക് പോവുന്ന കേട്ടോ. ഓട്ടോന് അത്ര അടുത്താണ് മൈസൂർ പാലസ്. 50 രൂപയ്ക്ക് ഓട്ടോന് വേണ്ട വരുള്ള അടുത്ത് തന്നെയാണ് മൈസൂർ പാലസ് വരുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ എല്ലാ ഫേമസ് ആയിട്ടുള്ള ഇതെല്ലാം വരുന്നത് കൊച്ചിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിതാ മൈസൂർ പാലസിലെത്തി. ഇതാണ് മൈസൂർ പാലസിന്റെ എൻട്രൻസ്. The Mysore Palace is open to general public and tourists today. Visitors are requested. ആണ് നമ്മളെ മൈസൂർ കൊട്ടാരം. കണ്ട, ഇതാണ് മൈസൂർ കൊട്ടാരം. ഇത്ര വലിയതാണല്ലേ. ഇതാണ് നമ്മൾ വന്ന വഴി എൻട്രൻസ്. ഇത് വേറൊരു എൻട്രൻസ്. ഇതാണ് തോന്നുന്നു മെയിൻ എൻട്രൻസ്. ആടി ഒരു എൻട്രൻസ് ഉണ്ട്. ഒരു അടിപൊളി സോളോ ഫോട്ടോയിൽ എടുത്തിട്ടുണ്ട് കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നിട്ട്.
പേലസ് പുള്ളി വരൂലേ ഒന്ന് വരുന്നു നല്ല തന്നെ വണ്ണത്തിലെത്തും ഫോട്ടോ മോളെ നിമ്മളത് ഒരു വേണം ഫോട്ടോ ഇപ്പൊ തന്നെ തരുന്നുണ്ടാ എന്താണ്ട് ഇന്ന പൈസ കൊടുത്തിരുന്നു. അപ്പൊ നമ്മള് മൈസൂർ പാലസിന്റെ മുന്നിൽ നിന്നും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഒരു ഫോട്ടോ. നമ്മള് മൂന്നാറുള്ളത് ഇനി എൻ്റെ ഒറ്റക്കൊരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. എവിടെ പോയാലും ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പോയാലും ഞാൻ അവിടുത്തെ ആ ഒരു എന്താണോ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് പോകുന്നത് അതിൻ്റെ മുന്നിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ വെക്കാറുണ്ട്. മൊബൈലിലെടുത്ത ഫോട്ടോസ് ഇത്ര ഉണ്ട്. അപ്പോൾ ഇതിപ്പോഴും നമുക്ക് ഫ്രെയിം ചെയ്തിട്ട് വെക്കാലോ. ആൻറ്റീൻ്റെ സോളോ ഉള്ള ഫോട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി പാലസിലേക്ക് പോവാന്ന്. അപ്പൊ ഇതാണ് നമ്മളെ പാലസ്. അടിപൊളി പാലസ്. അവിടെ മാസം മാറിയതാ. ചെരുപ്പ് ഇവിടെ കൊടുക്കണം, എന്നിട്ടാകുമ്പോൾ മാത്രമേ നമുക്ക് പാലസിന്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. നല്ല ക്രൗഡാണ്. നമ്മളെ ചെരുപ്പ് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ മൈസൂർ പാലസിലേക്ക് പോകുന്നതായിട്ട്. ഇതാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് ഇതിൻ്റെ കാര്യങ്ങൾ, ഈ പാലസിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പാലസിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇനി നമ്മൾ നേരെ പാലസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പം കുറേ റെസ്ട്രിക്ഷനുകളുണ്ട്. ഞാൻ ഇത് 3ാമത്തെ തവണയാണ് മൈസൂർ പാലസിലേക്ക് വരുന്നത് കേട്ടോ. ആദ്യം മുന്നേ 2 തവണ വന്നിയാണ്. അപ്പോൾ ആദ്യം വന്ന ടൈം ഇത്ര റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഭയങ്കര ഇതെല്ലാം കിട്ടി, അങ്ങനെ ഇങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ. പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഫുൾ ഇതിൻ്റെ ഓരോരോ ഇതെല്ലാം ഉണ്ട്, പ്രതിമകളും അങ്ങനെ കുറേ ഇത് എല്ലാം ഉണ്ട്. ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഫുള്ള് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ ആനത്തല ഒറിജിനൽ ആനത്തലയാണ്. മറ്റേ നമ്മളെ എന്താ പറയുക, ആനത്തല രാജാവ് വേട്ടയാടി വെട്ടിക്കൊണ്ടെന്ന് അവിടെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെല്ലാം ഫുള്ള് അവരെ അത്രയ്ക്ക് വലിയ കൊട്ടാരമാണ് ഇതിൻ്റെ ഉള്ളിൽ. നിങ്ങളിതെല്ലാം ഒന്ന് ഫുൾ കാണുക കേട്ടോ.
അപ്പം നമ്മൾ മൈസൂർ കൊട്ടാരമൊക്കെ കണ്ട് അതിനുശേഷം ഒന്ന് പുറത്തൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് കുറച്ച് സമയം ഒന്ന് വെറുതെ ഇവിടുത്തെ മാർക്കറ്റിലൊന്ന് ചുമ്മാ ഒന്ന് രാത്രിയത്തെ കാഴ്ചകളൊന്ന് കാണാൻ വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. അപ്പം നമ്മളിങ്ങനെ പോകണം. നമ്മള് പാലസ് പോയി മൈസൂർ പാലസെല്ലാം കണ്ട് നെറ്റേ വന്നു. അപ്പോഴേക്ക് ഫോണിൽ ചാർജ് ഉണ്ടായില്ല, അത് ആ ഫുൾ എടുക്കാൻ പറ്റാതെ കുറച്ച് ഭാഗം എടുത്തിട്ട് അതിനുശേഷം ഫോൺ ഫുൾ ചാർജ് ആയതിനു ശേഷം നമ്മൾ ഇപ്പം വീണ്ടും നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ അടുത്തുള്ള കുറച്ചൊരു സ്ഥലങ്ങളുണ്ട്, അവിടത്തേക്ക് വെറുതെ മാർക്കറ്റുകളൊന്നും കണ്ടിട്ട് വരാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നത്. നമ്മളിതാ കൈരളി ഹോട്ടലിലേക്ക് പോകുന്നു, മലയാളി ഹോട്ടൽ. നമ്മൾ ഇവിടുന്ന് നമ്മളെ ഡിന്നർ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ തന്നെ ഇല്ലാന്ന് നമ്മൾ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങോട്ട് വന്നത്. ചായ കിട്ടിയില്ല, ചായ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ വേറൊരു ഹോട്ടലിലേക്ക്, ഇതാ കേരള ഹോട്ടൽ. നമ്മളിതാ വേറൊരു ഹോട്ടൽ, കൃഷ്ണകുട്ടീരാന്നുള്ള ഹോട്ടലിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് കഴിക്കാം. നമ്മളെ കോഫി അപ്പൊ നമ്മളിത് കുടിച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം. എൻ്റെ ഇതൊരു മഹാലക്ഷ്മി സ്വീറ്റ്സ് എന്ന് സ്വീറ്റെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എന്താ മൈസൂർ പാക്ക് എന്ന് പറയുന്ന സാധനമാണ്. ഇതാണ് നമ്മളെ മൈസൂർ പാക്ക്. കണ്ടാ എങ്ങനെയുണ്ട്? കുറേ വെറൈറ്റി ഞാൻ കാണിച്ചു തരാം. ലഡു, ഇത്രയും വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇതിവിടെ മൈസൂരിലൊരു ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് റബഡി. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തതെന്ന് നോക്കട്ടെ. മാംഗോ ഇതില് ഫ്ലേവർ ഞാനൊന്ന് കഴിച്ചോക്കട്ടെ.
നമ്മളെ പലതരത്തിലുള്ള മിക്സർ ഒരു തരം, ഇത് വേറെ തരം, പല തരത്തിലുള്ള മിക്സറുകളുണ്ട്. നമ്മളെല്ലാം കഴിച്ചു, നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ അവിടുന്ന് കുറച്ച് മൈസൂർ പാക്കും അതായാലും വീട്ടിലേക്കെല്ലാം വാങ്ങിച്ച് നമുക്കിത് എടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് വെറുതെ നടക്കാൻ പോയി. നമ്മൾ നേരെ ഇതാ ഹോട്ടലിലേക്കാണ് പോകുന്നത്. നമ്മളെ ഹോട്ടൽ പായ് വെസ്റ്റ അവിടത്തേക്ക് പോകുന്നത്. ഇവിടെ ഭീമ ജ്വല്ലേഴ്സ് ഉണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിലെ ഭീമ ജ്വല്ലേഴ്സ്. ഇതാണ് നമ്മളെ വ്യൂ, ഫുൾ വ്യൂ. ഇതാ ഭീമ പരസ്യത്തിൽ എന്നും കണക്ക് വരാൻ ഇതുപോലെ ഭീമ ജ്വല്ലറിന്റെ പരസ്യത്തിൽ എന്തെങ്കിലും എനിക്കും ഇതുപോലെ സാരിയിലെടുത്ത് വരാൻ പറ്റിയൊരു അവസരം. വരാം. ഇവിടുന്ന് ഒരു സാരി നോക്കാം, മൈസൂറിന്റെ. അപ്പൊ നമ്മളിതാ ഒരു പുതിയ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസിലുള്ള അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. നമ്മളെ ഫൈവ് സ്റ്റാർ തന്നെ റെസ്റ്റോറൻറ്റിലാണ് നമ്മളുള്ളത്. ഹായ്, അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നിട്ടുള്ളത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു കാട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നല്ലൊരു കാട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലെ ഉണ്ട്. ശരിക്കും നല്ല വൈബ്സ്. ഇതാ കാട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കും പോലെ ഉണ്ട്. നല്ലൊരു ആംബിയൻസ്. അപ്പം ഇതാ വെജ് സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആൻറ്റി, സൂപ്പ് എങ്ങനെയുണ്ട്? പോരാ, കാരണം ഞാൻ മിക്ക ഹോട്ടലിൽ പോയിട്ട് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നത് സൂപ്പിനാണ്. പക്ഷെ ഇത് ഒരു ടേസ്റ്റ് വന്നിട്ടില്ല, സൂപ്പ് പോരാ. അപ്പോൾ നമ്മൾ ബട്ടർ നാനും കറി, ചിക്കൻ കറിയാണ് വാങ്ങിച്ചത്. നോക്കാം, ചിക്കൻ കറിയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്, പിന്നെ ഫ്രൈഡ് റൈസും. അപ്പോൾ ഇത് കഴിക്കട്ടെ ഫ്രണ്ട്സ്. നമ്മൾ നല്ല ഫുഡെല്ലാം കഴിഞ്ഞു. നല്ല അടിപൊളി ഫുഡാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനി നേരെ നമ്മളെ റൂമിലേക്ക് പോയിരുന്നു. ഹോട്ടലിൽ വന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സംഭവമാണ് എന്ത്, സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂൾ കാണാൻ വേണ്ടി പോവാം. അപ്പോൾ രാവിലെ നമ്മൾ വരുന്നതായിരിക്കും ചിലപ്പോൾ. അതാണ് സ്വിമ്മിംഗ് പൂൾ. കണ്ടാ, സ്വിമ്മിംഗ് പൂൾ കാണാത്തവരെല്ലാം കണ്ടോ, ഇതാണ് സ്വിമ്മിംഗ് പൂൾ. അടിപൊളിയിൽ നീന്തി തുടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. സ്പീക്കറെല്ലാം ഉണ്ട്, ആ സ്പീക്കർ അതങ്ങനെ ഇടീസ് ഉണ്ട്. അതെ ലാസ്റ്റ് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചെയ്യാൻ വേണ്ടി പറ്റൂല, കാരണം നമ്മൾ ട്രൗസർ എടുത്തില്ല. നമ്മൾ സ്വിമ്മിങ് കോസ്റ്റ്യൂമെല്ലാം ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഇറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നാളെ ഇനി വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനതൊക്കെ പെയിൻറ് എടുത്തിട്ടു. ഇത് നമ്മുടെ നാട്ടിലുള്ള കണ്ണത്തപ്പോൾ തന്നെ ശരണം. അപ്പോൾ അവിടെ ഞാൻ ഒരു ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ്. നമ്മൾ ലിഫ്റ്റിലാണ് ഇപ്പം പോകുന്നത്. നമുക്ക് ലിഫ്റ്റിൽ കയറി പോവാം.